കരസേനയിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച മേജർ ജനറൽ ജേക്കബ് തരകൻ ചേരുന്നു. സർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു, രാത്രികാലങ്ങളിലായിരുന്നു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അഴിച്ചുവിട്ടത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ശക്തമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചു. അതിനിടയിൽ ചില മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വെടിനിർത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? വെടിനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പാകിസ്ഥാനെ മൊത്തം തകർത്തിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷന് നമ്മളുടെ ആഗ്രഹങ്ങൾക്കോ ഒന്നും വഴങ്ങുന്നതല്ലോ. നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങി, അത് വാർ ഡിക്ലെയർ യുദ്ധം നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇത് രണ്ട് സേനകളും തമ്മിലുള്ള സംഘട്ടനമാണ്. നമ്മൾ പറയുന്നത് ഇത് ഭീകരർക്ക് എതിരെ ഉള്ള പോരാട്ടമാണ്. അവരത് ഭീകരരും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം കാണാത്തത് കൊണ്ട് അവരുടെ രാഷ്ട്രം ആയിട്ട് നമ്മളോട് പോരാടുന്നു. ഇതിന് നമ്മൾ തുടങ്ങിയ നമുക്കൊരു പൊളിറ്റിക്കൽ എയിമുണ്ട്, നമ്മൾക്കൊരു മിലിറ്ററി എയിമുണ്ട്. അതായത് പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക്, അതായത് ഭാരതം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ഒരു പൊളിറ്റിക്കൽ എയിമും എൻഡ് റിസൾട്ടും വേണം. അതിനെ സംബന്ധിച്ച് മിലിറ്ററി ഒരു എയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്താതെ വെടിനിർത്തിയാൽ ചെയ്തൊക്കെ ചുമ്മാതാകും. അത് നമുക്കറിയാൻ വയ്യ എന്താണ് അവർ പ്ലാൻ ചെയ്തതെന്ന്. അത് അച്ചീവ് ചെയ്താൽ നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യണം. അതാണ് നമ്മൾ സമ്മതിക്കണം വെടിനിർത്താൻ. അവർ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കരുത്. മേജർ ജനറൽ ജേക്കബ് തരകൻ, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മധ്യസ്ഥ ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല സൗദി മുൻകൈ എടുത്തിട്ട് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഇടപെടൽ കൊണ്ടൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതിപ്പം എന്തായാലും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ലോകത്തിന്റെ ഒരു പതിവാണ് ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ. അത് സാധാരണ നടക്കുന്നതാണ്. അങ്ങനെയാണല്ലോ യുദ്ധം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് തീരുന്നത്. ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ ഇല്ലാതെ നടക്കത്തില്ലല്ലോ. സോ അത് സൗദി മുമ്പോട്ട് വരുമെന്നും അമേരിക്ക മുമ്പോട്ട് വരുമെന്നും ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുവരെ അമേരിക്ക മുമ്പോട്ട് വന്നില്ല എന്നത് തന്നെ എനിക്ക് ആശ്ചര്യമായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞാലും വന്നു എന്നുള്ളത് നല്ലതാണ്. ഇനി ടോക്കിംഗ് ടേംസ് തമ്മിൽ സംസാരിച്ച് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കണം. കാര്യം യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ഹിതത്തിലല്ല. പാകിസ്ഥാന് നഷ്ടമുണ്ടായാലും അത് അവർക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല. എക്കണോമിക് ഗ്രോത്ത് കുറയുന്നത് നമുക്കാണ്. അവർക്ക് അവരുടെ ജനം പട്ടിണി കിടന്നാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വളരുന്ന ഒരു വൻ എക്കണോമിക് സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ. അതിൻ്റെ പോക്ക് ഒരു സ്പീഡ് ബ്രേക്കറിൽ തട്ടി നിൽക്കാതെ മുമ്പോട്ട് പോകേണ്ടത് നമ്മളുടെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊളിറ്റിക്കൽ എയിമും മിലിറ്ററി എയിമും അച്ചീവ് ചെയ്താൽ നമ്മൾ സംസാരിച്ച് ഒരു ഇതിൽ എഗ്രിമെന്റിലെത്തുന്ന കുഴപ്പമില്ലാതെ. രാവിലെ പാകിസ്ഥാനിൽ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി യോഗം നടന്നിരുന്നു. ഒരു ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, പാകിസ്ഥാൻ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന ആശങ്കയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ അത് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ ആദ്യത്തെ സംസാരം തന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ആണെന്നാണല്ലോ. ന്യൂക്ലിയർ ആയിട്ടുള്ള ചൈനയും ന്യൂക്ലിയർ ആയിട്ടുള്ള ഇന്ത്യയും തമ്മിലും കോൺഫ്ലിക്റ്റ് നടന്നു. അന്നേരം നമ്മളാരും പറഞ്ഞില്ല നമ്മൾ ന്യൂക്ലിയർ ആണെന്ന് പറഞ്ഞില്ലല്ലോ. അത് പാകിസ്ഥാന്റെ ഒരു രീതിയാണ് ഞങ്ങൾ ന്യൂക്ലിയർ ആണെന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ പലപ്പോഴും ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് ന്യൂക്ലിയർ ബ്ലഫാണ്. അവരുടെ ഈ ന്യൂക്ലിയർ എന്ന് പറയുമ്പം ചുമ്മാതൊരു അമിട്ട് ബോംബ് എടുത്ത് എറിയുന്ന പോലെ അല്ല. അതിന്റെ വാർ ഹെഡ് വേറെ ഒരിടത്തായിരിക്കും, അതിന്റെ ഫ്യൂവലിംഗ് സ്റ്റേഷൻ വേറെയാണ്, അതിന്റെ പ്രൊപ്പൽഷൻ എല്ലാം ഒരുമിച്ച് വരണം. ഇതൊക്കെ എവിടെ നിന്നെങ്കിലും ഇറങ്ങുമ്പോൾ തന്നെ ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഫ്രാൻസിനും എല്ലാം മനസ്സിലാവും. അങ്ങനെ ഒരു
അതിനെ തമ്മിൽ നെയ്റ്റ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പാകിസ്ഥാനും അറിയാം, നമുക്കും അറിയാം. പിന്നെ ഏതെങ്കിലും ടാക്ടിക്കൽ ന്യൂക്ലിയർ ഹെഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ. പക്ഷെ അതുകൊണ്ട് ഒരു സംഭവമൊന്നുമില്ല. കാര്യം ഒരു ന്യൂക്ലിയർ പ്രയോഗം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ പിന്നെ പാകിസ്ഥാന് ശ്രമിക്കേണ്ട കാര്യമില്ല. അത് പാകിസ്ഥാൻ കാണത്തില്ല. ദാറ്റ് ഈസ് ദ എൻഡ് അല്ലേ? ദാറ്റ് ഈസ് ദി എൻഡ്. പക്ഷെ അത് അവർക്കും അറിയാം. അതുകൊണ്ട് ന്യൂക്ലിയറിനെ പറ്റി അവർ ആദ്യമൊക്കെ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞൊന്നും മിണ്ടുന്നില്ല. ഇന്നൊരു കോൺഫറൻസ് കൂടി നമ്മളെ ഒന്ന് എങ്ങനെ പറയുന്നത്, മലയാളത്തിൽ ഒരു വാക്കുണ്ട്, പേപ്പിടിയാക്കുന്നവരെ. അത് നമ്മളെ ഒന്ന് പേപ്പിടിയാക്കിയതാ. അത് കഴിഞ്ഞ് അവർ തന്നെ പറഞ്ഞില്ല, പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞാലും എനിക്ക് പാകിസ്ഥാൻകാരെ വിശ്വാസമില്ല. അവർക്ക് അവരുടെ ചിന്തകളിലോ ഒന്നും സ്ഥിരതയില്ലാത്ത ഒരു, എന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യമാണ്. അത് കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. സർ, പാകിസ്ഥാന് ഇരട്ടി പ്രഹരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല പ്രഹരം ഏൽക്കുന്നുണ്ട്. ഒപ്പം BLA അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ബലോച്ച് വിമോചന പോരാളികൾ വീണ്ടും വളരെ സജീവമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആക്രമണ ശൈലി തന്നെ അവർ മാറ്റിയിരിക്കുകയാണ്. സ്ഫോടനങ്ങളിലേക്ക് കടക്കും എന്ന ഒരു അൾട്ടിമേറ്റം അവർ നൽകിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമോ? നമ്മളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതുകൊണ്ട് നമ്മളുമായിട്ടുള്ള അതിർത്തിയിൽ പ്രശ്നമായപ്പം പാകിസ്ഥാൻ 2 ഡിവിഷൻ ബലൂച്ചിൽ നിന്ന് മാറ്റി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് അവിടെ അവരെ അത് വളരെ വളരെ ബലഹീനരാക്കി. അതാണ് ഇപ്പോൾ ബലൂച്ച് ആർമി മുതലെടുത്തേക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ജനം TV തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഇത് മുമ്പോട്ട് കുറച്ചുനാൾ നീണ്ടു നിന്നാൽ ഇന്ന് ഭൂപടത്തിൽ കാണുന്ന പാകിസ്ഥാന്റെ പടം ആയിരിക്കില്ല കുറച്ചു നാൾ കഴിയുമ്പോൾ. കാരണം ബലൂച്ചിന് ഇത് വളരെ ഒരു നല്ല സമയമാണ് അവരുടെ ആക്ഷൻ മുറുക്കാൻ വേണ്ടി. അത് ഖൈബർ പഷ്തൂണുമായും ബലൂച്ചുകളും അവരുടെ ആക്രമണം വലുതാക്കുമെന്ന് ഇത് നിർത്തിയാൽ ആകും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ബലൂച്ച് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഏകദേശം പോയി എന്ന് തന്നെ പറയാം. സാർ, ഈ അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ തന്നെ സിവിലിയൻ വിമാനങ്ങളെ മറയാക്കി മനുഷ്യകവചം തീർത്തുള്ള ആക്രമണങ്ങളും പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതും ഭാവിയിൽ ഈ സംഘർഷം അവസാനിച്ച ശേഷം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി പറയേണ്ടി വരില്ലേ? ഇതൊക്കെ നമ്മള് ധർമ്മയുദ്ധമൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ യുദ്ധമല്ല ചെയ്യുന്നത്. അത് പറയുന്നില്ല, എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. അതായത് പ്രേമത്തിലും യുദ്ധത്തിലും എല്ലാം നമുക്ക് ഫെയർ ആണ്, എല്ലാം സമ്മതമാണ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ സിവിൽ ഒരു എയർക്രാഫ്റ്റ് യുദ്ധ ഏരിയയുടെ വ്യോമ അതിർത്തി കടക്കുന്നത്. പല പ്ലെയിനുകളും വെടിവെച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആരും ഒന്നും ഈ നഷ്ടം വരുന്ന സാർ, ഇങ്ങനെ ഒരു സംഘർഷം നടക്കുമ്പോൾ സാധാരണ ഈ സിവിലിയൻ വ്യോമപാത അടച്ചിടേണ്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വ്യോമപാത അടയ്ക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ നോട്ടം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും 2 വിമാനം വന്നെങ്കിൽ 1 അതിനെ വരുത്തിയതാണ്, 2 അത് നടത്തിക്കുന്ന സിവിൽ ഏജൻസി, അതായത് ആ വിമാന കമ്പനി അതിന് ഉത്തരം പറയണം. കാരണം ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. പണ്ട് ഒരു റഷ്യൻ മിസൈൽ കൊണ്ട് ഒരു ഇങ്ങനെ പ്ലെയിൻ്റെ നമ്പർ മറന്നു പോകുന്നു, 10-200 പേര് മരിച്ചാണല്ലോ. അതിനൊന്നും സംഭവിച്ചില്ല, മരിച്ചവർ മരിച്ചു. പക്ഷേ വിമാന കമ്പനി അതിനെ പോകാൻ പാടില്ലായിരുന്നു. അത് ഓൾറെഡി നമ്മൾ നോട്ടിഫൈ ചെയ്തു, നമ്മളുടെ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്തു, പാകിസ്ഥാൻ നോട്ട് ടൈം ഇഷ്യൂ ചെയ്തു. എന്നിട്ടും കറാച്ചിയിലേക്ക് വന്നെങ്കിൽ അല്ലെങ്കിൽ ലാഹോറിലേക്ക് വന്നെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണെന്ന് അല്ലാതെ എങ്ങനെ പറയണ്ടേ? കാര്യം ആ ഏവിയേഷൻ കൺഫേമിന് അറിയായിരിക്കുമല്ലോ ഇവിടെ യുദ്ധം നടക്കുകയാണെന്ന്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലുള്ള ആൾക്കാരെ അവരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വന്നു എന്ന് തന്നെ പറയണം. പക്ഷേ ആൾക്കാരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരും വേറെ ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഗോ
ആ പ്ലെയിനിൽ വന്നോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം. അത് ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. അത്രയും പേരെ അവര് ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വന്നെങ്കിൽ അതിൽ ആ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാർഗോ ഉണ്ടായിരുന്നിരിക്കണം. അത് കൂടി നാം കരുതി നോക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. സാർ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ ഈ വിദേശകാര്യങ്ങളൊക്കെ നോക്കുന്ന ഐസൻ ജോസും ഉണ്ട്. ഐസന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഐസനിലേക്ക് പോവുകയാണ്. ഐസൻ പ്ലീസ്. സർ, ഇപ്പോൾ ഈ വിമാനം, അതായത് ഒരു സൗദിയിൽ നിന്ന് പുറപ്പെട്ട ഒരു വിമാനം, ലാഹോറിലേക്ക് പോകുന്ന ഒരു വിമാനം ഈ മേഖലയിലൂടെ, ആ മേഖലയിൽ ആക്റ്റീവായ ഒരു എയർവേയിലൂടെ കടന്നുപോയി. അത് എയർവേ നേരത്തെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ടു എയർമാൻ നോ ടൈം നൽകിയിരുന്നു എന്ന ഒരു സൂചനയും സാർ ഇപ്പോൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ നോ ടൈം നൽകിയെങ്കിൽ ഈ എയർവേയിലൂടെ ഈ വിമാനം പോകണമെങ്കിൽ ഒരു സ്പെഷ്യൽ പെർമിറ്റോ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിലൂടെ അത് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിച്ചത്, മനുഷ്യ കവചമായി വിമാനങ്ങളെ, യാത്രാ വിമാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് സ്ഥിരീകരിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം കൂടിയാണത്. അതിൽ നിന്ന് സാറിന് തോന്നുന്നുണ്ടോ ഈ ഇത്തരത്തിലൊരു അപകടകരമായ രീതിയിൽ എന്തെങ്കിലും കടത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് ഇവർ നടത്തിയത് എന്ന് നിരീക്ഷിക്കാവുന്നൊരു സാഹചര്യം സാറിന് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് നോട്ട് ടൈം, എന്റെ അറിവ്, ഞാൻ അത് വളരെ ഞാൻ നോട്ട് ടൈം വായിച്ചില്ല, ഞാൻ നോട്ട് ടൈം കണ്ടില്ല. പക്ഷെ ഞാൻ ന്യൂസിൽ കൂടെ കണ്ടതാണ്. നോട്ട് ടൈം ഇഷ്യൂ ചെയ്തിരുന്നു. നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പം അവർ ക്ലോസ് ചെയ്തു എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇവിടെ വായിക്കുകയും ചെയ്തു അവർ നോട്ട് ടൈം ഇഷ്യൂ ചെയ്തെന്ന്. പക്ഷെ 2 പ്ലെയിൻ അപ്പോൾ അതിൽ വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഒന്നിൽ പ്ലെയിനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കാണും, എമർജൻസി ആയിരിക്കും, ഫൈൻ. അല്ലെങ്കിൽ അവര് ഈ നോട്ട് ടൈം ചെയ്യുന്നത് അനുസരിക്കേണ്ടത് സിവിൽ ഏവിയേഷൻ കമ്പനിയാണ്, ആ ഫ്ലൈറ്റ് ഓണേഴ്സ് ആണ്. നോട്ട് ടൈം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ തന്നു, എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഇതിലെ ഫ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെർബുലൻസ് ഉണ്ട്, അല്ലെങ്കിൽ താഴെ വാർ നടക്കുന്നു, അത് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഈ നോട്ട് ടൈം കൊടുക്കുന്നത്. അത് നോട്ട് ടൈം കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ അതിൽ വന്നെങ്കിൽ തക്കതായ കാരണങ്ങളുണ്ട്. ഒന്നീ വിളിച്ചു വരുത്തിയതായിരിക്കാം. ആ സമയത്ത് അവരുടെ എയർക്രാഫ്റ്റിൽ പോകുമ്പോൾ ഇങ്ങോട്ട് അറ്റാക്ക് നടന്നതായിട്ട് എനിക്കറിയാൻ വയ്യ. അങ്ങോട്ട് അറ്റാക്ക് നടന്നില്ല എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നു. കാരണം നമ്മൾ അത് കൺസിഡർ ചെയ്ത് വളരെ മെച്യൂറായിട്ട് അവരുടെ സിവിൽ പ്ലെയിനെ തുടരുത്. പക്ഷെ ഇതുമാകാം, സിവിൽ പ്ലെയിൻ നമ്മളെ അടിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് സിവിൽ പ്ലെയിൻ കൊണ്ടുവന്നാൽ നമ്മൾ ആ ഏരിയയിൽ അറ്റാക്ക് ചെയ്യത്തില്ല എന്ന് പാകിസ്ഥാൻ അറിയാം. പക്ഷെ അത് ഭയങ്കര ബാലിഷ്യമായ ഒരു കാര്യമാണ്. കാര്യം ഈ പ്ലെയിൻ ഒരു മൂവിങ് ടാർഗറ്റാണ്. നമുക്ക് ആ പ്ലെയിൻ പോകുന്നത് ഒരു കുറച്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പ്ലെയിൻ ആ സ്ഥലത്ത് വിട്ടു കഴിയും. സോ ദ എയർവേ ഗെറ്റ്സ് ഓപ്പൺഡ് അഗെയിൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്നെ ഇത് പറയാൻ നിർബന്ധിച്ചത്. ആ ഒരു പ്ലെയിനിൽ കാർഗോ, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാർഗോ അല്ലെങ്കിൽ ഈ വാർലൈക്ക് എന്തോ കാർഗോ വന്നിട്ടുണ്ട്. അതാണ് ഇന്റലിജൻസ് ഏജൻസി കണ്ടുപിടിക്കുന്നത്. അത് എങ്കിലും അതിന് സത്യം പുറത്തു വരും. എന്റെ അനുമാനമാണ്, എന്റെ ഊഹമാണ്. ശരിയാകാം, തെറ്റാകാം. ഓക്കെ.